ഹായ് ഗായ്സ്, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. ഇന്നത്തെ നമ്മളെ ടോപ്പിക്കിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ പല സ്ഥലത്തായിട്ട് കേട്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ഓഫ് എ റേഡിയേഷൻ. ഓക്കെ, നമ്മൾ ലേസറിന്റെ ഉള്ളിലുള്ള ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളൊക്കെ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടുള്ള ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ? നമുക്ക് ടോപ്പിലേക്ക് കടക്കാം. മോളിക്യൂൾ ഹാവ്സ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽ. പല തരത്തിൽ എനർജി ലെവൽസ് ഉണ്ട്. അതിനെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ E1, E2, E3 എന്ന് പറഞ്ഞ പല തരത്തിലാണ് അതിന്റെ എനർജി ലെവൽസ് അലൈൻ ചെയ്ത് കിടക്കുന്നത്. ഇങ്ങനെ E1, E2, E3 ഇതെന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലാണ്. അതുപോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ബാക്കിയുള്ളതൊക്കെ. ഓക്കെ, എന്താണ് എനർജി ലെവൽസ് ഫോളോ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് ഈ എനർജി ലെവൽസ് ഒക്കെ. ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ് ഇൻവോൾവ്സ് അബ്സോർപ്ഷൻ ഓർ എമിഷൻ ഓഫ് ഫോട്ടോൺസ്. അതായത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോൺ ആറ്റം ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മേലോട്ട് പോകണം. അപ്പോൾ അതെന്ത് ചെയ്യണം? ഒരു Hν അതിനെ അബ്സോർബ് ചെയ്യണം. ഓക്കെ, എന്നാലേ അതിന് മേലോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു എനർജി ആ Hν കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ Hν is equal to E2 മൈനസ് E1. അതായത് E2 നിന്നും E1 കുറച്ച് കഴിഞ്ഞാൽ ആ Hν കിട്ടണം. അതതിന്റെ കണ്ടീഷൻ. ഓക്കെ, ഇനി എന്താ ഇവിടെ ഒരു ആറ്റം ഉണ്ട്. അതിനെന്ത് ചെയ്യണം? താഴത്തോട്ട് വരണം. ആ സമയത്ത് എന്ത് ചെയ്യണം? ഒരു Hν അതിന് എമിറ്റ് ചെയ്യണം. ഓക്കെ, ഒരു Hν എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴോട്ട് വരുള്ളൂ. അപ്പോൾ അതിൻ്റെയും കണ്ടീഷൻ ഈ സെയിം തന്നെയാണ്. എന്ത്? Hν is equal to E2 മൈനസ് E1 എന്നുള്ളത്. ഓക്കെ, അതാണ് ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ് ഇൻവോൾവ് അബ്സോർപ്ഷൻ ഓഫ് ഓർ എമിഷൻ ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ 3 ways ഇൻ മോളിക്യൂൾ ഇന്ററാക്ട് വിത്ത് റേഡിയേഷൻ. 3 തരത്തിലാണ് ഈ ഒരു റേഡിയേഷൻ ഇന്ററാക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, ഒന്ന് അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ എമിഷനും ആണ്. അബ്സോർപ്ഷൻ ഒറ്റ തരത്തിലുള്ളൂ, ഒറ്റ തരത്തിൽ തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എമിഷൻ അതിന് 2 തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് എമിഷനും, രണ്ടാമത്തേത് സ്റ്റിമുലേറ്റഡ് എമിഷനും. ഓക്കെ, അപ്പൊ എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ, അതുപോലെ തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ എന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ അബ്സോർപ്ഷൻ. അതായത് 2 എനർജി സ്റ്റേറ്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, E1, E2. ഓക്കെ, ഒരു ആറ്റം ഇവിടെ ഉണ്ട്. ഇതിനെന്ത് ചെയ്യണം? മുകളിലോട്ട് പോകണം. അതിന് ഞാനൊരു ഇൻസിഡന്റ് Hν ഇതിലേക്ക് പറഞ്ഞു. ഇതിനാണ് ഇതിന്റെ ചിത്രം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് അബ്സോർബ് ചെയ്യും. അപ്പൊ അതിനൊരു എനർജി കിട്ടി അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കൊരു കോണി കാരണം ഇപ്പൊ നമ്മൾ നമുക്ക് എനർജി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എനർജി ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എനർജി ആവില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് അടുത്ത സ്റ്റേറ്റിലേക്ക് കയറും. അതേപോലെ തന്നെ ഇവിടെ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ Hν എന്ന് പറഞ്ഞാണ് അതിന്റെ എനർജി. ഇപ്പോൾ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് എനർജി ആവില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ കഴിയും അല്ലേ? അപ്പൊ അതേ കേസാണ് ഇവിടെ. അപ്പൊ Hν ഇവിടെ എത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനൊരു എനർജി കിട്ടി. അങ്ങനെയാണ് ഇതിന് അബ്സോർപ്ഷൻ നടക്കുന്നത്. ട്രാൻസിഷൻ ഫ്രം ലോവർ സ്റ്റേറ്റ് ടു ഹയർ സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് അതിന്റെ ആ ഒരു ഇത്. ഇതിന്റെ എനർജി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Hν is equal to E2 മൈനസ് E1 ആണ്. അതായത് ഇതിൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ Hν കിട്ടണം. അത് എങ്ങനെ കിട്ടുക വെച്ചാൽ, ഒന്നാമത് ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ സെയിം ഒരേ എനർജി ആവണം. ഓക്കെ, അപ്പൊ ഇതിന് ഒരു എനർജി ഉണ്ട്, ഇതിന് എന്തായാലും ഈ ഒരു എനർജിയും കൂടെ കൂട്ടിയിട്ടാവുമല്ലോ. 2 എനർജി അല്ലേ? അപ്പൊ ആ ഒരു കണ്ടീഷൻ മനസ്സിലാച്ചാൽ മതി. അതായത് ഇതിൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ ആ Hν കിട്ടണം, ആ ഒരു അബ്സോർബ് ചെയ്ത സാധനം കിട്ടണം. അത്രേ ഉള്ളൂ അബ്സോർപ്ഷന്റെ കേസ്. ഇനി സ്പോണ്ടേനിയസ് എമിഷൻ. എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ? അതായത് 2 ലൈൻ കൺസിഡർ ചെയ്ത്, ഇതാണ് 2 എനർജി ലെവല്. ഓക്കെ, ഇവിടെ ഒരു ആറ്റം ഉണ്ട്. ഓക്കെ, ഇവിടെ അല്ല, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലോട്ട് കൊണ്ടുപോകാം. ഇവിടെയാണ് ആറ്റം. ഓക്കെ, ഈ ആറ്റം എന്ത് ചെയ്യാണ്? താഴോട്ട് വരികയാണ്. ഓക്കെ, ആ സമയത്ത് അത് എന്ത് ചെയ്യും? ഒരു Hν എന്ന് പറഞ്ഞ ഒരു സാധനം എമിറ്റ് ചെയ്യും. എന്താണ് ആ സാധനം? Hν എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോൺ. ഓക്കെ, ഫോട്ടോൺ എമിറ്റ് ചെയ്യും. പക്ഷെ ഇവിടുത്തെ കേസിൽ അത് സാധാ പോലെ, അതെന്ന് വെച്ചാൽ അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സോ, അതായത് ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഒരു എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഒരു മരത്തുമ്മ കയറി. ആ കുട്ടി എന്ത് ചെയ്യാണ്? സ്വയം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാണ്? താഴത്തോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ചിന്തിക്കുക. ആ ഒരു കേസാണ് സ്പോണ്ടേനിയസ് എമിഷൻ. ഇനി മറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ആ കുട്ടീനെ അങ്ങനെ ക്രൂവലായിട്ട് ചിന്തിക്കരുത്. അതായത് ഒരു കല്ലെടുത്ത് എറിയാണ്. അപ്പൊ കല്ലെടുത്ത് എറിഞ്ഞ വേദന കൊണ്ട് ആ കുട്ടി താഴ്ത്തിറങ്ങാണ്.
അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാണ്, അതിന് പറയുന്ന പേരാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താ സാധാ പോലെ നോർമലായിട്ട് അത് താഴെ വരുന്ന ആ ഒരു ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തുകൊണ്ട് താഴത്തോട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്താ പറയുക, സ്പോണ്ടേനിയസ് എമിഷൻ. ദ മോളിക്യൂൾസ് റിട്ടേൺ സ്പോണ്ടേനിയസ്ലി, ഇറ്റ് എമിറ്റ്സ് ഫോട്ടോൺ ഓഫ് എനർജി. നമ്മൾ പറഞ്ഞു, അതായത് നോ എക്സ്റ്റേണൽ ട്രിഗറിംഗ് ഒന്നും അതിന് റിക്വയർ അല്ല, ആവശ്യമില്ല. അതിൽ ബലം പ്രയോഗിക്കേണ്ട, പിടിച്ചു വാ ഇങ്ങ് വാ എന്ന് പറയേണ്ട ആവശ്യമില്ല, തന്നെ വന്നോളൂ, നല്ല സ്വഭാവമുള്ള ആളാണ്. ഓക്കെ, ദ പ്രോസസ് ഈസ് റാൻഡം ഇൻ ഡയറക്ഷൻ ആൻഡ് ഫേസ്. എന്ന് വെച്ചാൽ പല ഡയറക്ഷനില്ല, എന്ന് വെച്ചാൽ തോന്നിയ പോലെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നിയ പോലെ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അത് തന്നെ വരുന്നതാണ്. അപ്പൊ അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഒരു കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. ഓക്കെ, ഒരു ഫോട്ടോൺ എന്ത് ചെയ്യാണ്, രണ്ട് എനർജി ലെവൽ വരക്കാം ആദ്യം. ഇതൊരു എനർജി ലെവൽ, ഇതൊരു എനർജി ലെവൽ. ഒരു ആറ്റം, മാറി, ഇവിടെയാണ് ഒരു ആറ്റം. ഓക്കെ, ഇതെന്ത് ചെയ്യാണ്, താഴത്തേക്ക് വരാണ്. പക്ഷെ ഇതെന്ത് ചെയ്യില്ല, വരുന്നില്ല, അവിടെ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് വരും വേണം. ഇത് ഈ ഒരു കേസിൽ ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്. പക്ഷെ ഈ ലേസറിന്റെ കേസിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നൊരു ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. ഇത് എന്ത് ചെയ്യും, ഇവിടെ വന്നിരിക്കും. അത് പക്ഷെ അവിടെ നിന്ന് തന്നെ പതുക്കെ വന്നാൽ മതി അതിന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേഗം വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന് ആദ്യം ഒരു Hν ഉണ്ട് ഇതിനല്ലേ. പിന്നെ നമ്മൾ വരുന്നൊരു Hν കൂടി കൊടുക്കുന്ന സമയത്ത് 2 Hν എന്ത് ചെയ്യും, ഇത് തിരിച്ചു വരും. ഈ 2 Hνന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സെയിം ഫേസിലുമാണ്, അതുപോലെ തന്നെ എന്താണ് സെയിം എനർജിയാണ്, സെയിം ഡയറക്ഷൻ ആണ്. ഓക്കെ, അത് ലേസറിന്റെ കേസ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഈ എനർജി അവിടെ നിൽക്കുകയാണ്, അത് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫോട്ടോൺ ഇതിനെ കൊണ്ട് ഹിറ്റ് ചെയ്യാണ്. നമ്മളൊരു കല്ലെടുത്തെറിയാണ് അതിനെ, ഒരു കുട്ടീനെ കല്ലെടുത്തെറിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു എനർജി ഇതിനുണ്ടാവും. അപ്പൊ നോർമലി ഒരു Hν ഗെയിൻ ചെയ്തിട്ടാണ് ഇത് മേലെത്തിയത്. പക്ഷെ അത് വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്ലസ് ഒരു Hν കൂടി കൊടുത്തു. ആ സമയത്താണ് ഇത് താഴത്ത് വരാൻ നിർബന്ധിതമാണ്. അപ്പൊ അതിന്റെ ലൈഫ് ടൈം കുറയും, അതിന്റെ മേലുള്ള ആ ഒരു എത്ര നേരം നിൽക്കുന്ന ഇത് കുറയും, ലൈഫ് ടൈം അവിടെ കുറയും. ആ സമയത്ത് തിരിച്ച് താഴോട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ എന്നാലും എമിഷൻ നടക്കണമല്ലേ, എന്തായാലും എമിഷൻ നടക്കണ്ടേ. ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E2 - E1 = Hν ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 2 Hν എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 Hν എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എനർജി, സെയിം ഫേസ്, സെയിം ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, നല്ല ഇന്റൻസീവ് ആയിട്ടുള്ള ഇപ്പോൾ ലേസർ കണ്ടില്ല നിങ്ങൾ, ഡയറക്ഷണലാണ്, അതുപോലെ തന്നെ ഭയങ്കര സെയിം ഫേസിലായതുകൊണ്ട് തന്നെ കൊഹറൻറ്റ് സോഴ്സും ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷനെ കുറിച്ച് പറയാനുള്ളത്. ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ ലേസർ ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ലേസർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ, ലേസറിന്റെ ഫുൾ ഫോം തന്നെ അങ്ങനെയാണല്ലോ അല്ലേ. എന്താണ്, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻസ് എന്നാണുള്ളത് ലേസറിന്റെ ഫുൾ ഫോം. അപ്പോൾ ലേസർ വർക്ക് ചെയ്യുന്നത് ഈ സ്റ്റിമുലേറ്റഡ് എമിഷന്റെ ഒരു മീൻസ് വർക്കിംഗിന്റെ ഫലമായിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു അബ്സോർപ്ഷൻ ഇതും അതുപോലെ തന്നെ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷനും ഒരു സ്പോണ്ടേനിയസ് എമിഷനും പറഞ്ഞു. സാധാ പോലെയാണെങ്കിൽ സ്പോണ്ടേനിയസ് അല്ല, ബലം പ്രയോഗിച്ചാണ് ഒരാളെ ഇതാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ അതെന്താണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഈ ഒരു നമ്മളെ ഇത്. പിന്നെ മറ്റേനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതതിന് തോന്നിയ പോലെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ വ്യക്തി മീൻസ് ഞാൻ ഒരു എക്സാമ്പിൾ തന്നെ, തോന്നിയ പോലെ നടക്കുന്ന ഒരു ഒരു ഫോട്ടോൺ ആണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കൺട്രോൾ ചെയ്യാം സെയിം ഇതാക്കിയിട്ട്. ഓക്കെ, അതാണ് ഈ സ്റ്റിമുലേറ്റഡ് എമിഷന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.